when there is violence against women, which you know that we women are facing across the nation, not only the central government in the BJP, but your state government also protects the culprits instead of punishing them. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് മുഴുവൻ സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുമ്പോൾ, അത് കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും നടക്കുമ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റും അവിടെ കുറ്റവാളികളെ, സ്ത്രീകൾക്കെതിരെ കുറ്റവാളികളെ, അതിക്രമങ്ങൾ നടത്തുന്ന കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. In Kerala you saw this in Vallayar, Pallatai and Vandiperiyar cases. വാളയാറിൽ നിങ്ങൾ കണ്ടു, വണ്ടിപ്പെരിയാറിൽ ഈ സാഹചര്യം നിങ്ങൾ കേരളത്തിൽ കണ്ടു. The whole country watched when a soldier's wife was paraded in front of the whole country in Manipur and molested, and the government turned its back on her. നിങ്ങൾക്കറിയാം, ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. മണിപ്പൂരിൽ ഒരു പട്ടാളക്കാരന്റെ ജീവിത പങ്കാളിയായ സ്ത്രീ അധിക്ഷേപിക്കപ്പെട്ട് അവരെ നഗ്നയായി രാജ്യത്തിന് മുൻപിൽ പരേഡ് ചെയ്തപ്പോൾ ഗവൺമെന്റ് ഒരു പിന്തുണയ്ക്കും ആ സ്ത്രീയുടെ ഒപ്പം നിന്നില്ല എന്നുള്ളത് ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. The rapists of Bilkis Bano were released and welcomed with garlands by BJP workers. ബിൽക്കിസ് ബാനുവിനെ ബലാത്കാരം ചെയ്ത കുറ്റവാളികളെ, റേപ്പിസ്റ്റുകളെ അവരെ പുറത്തുവിടുകയും അവരെ മാലയിട്ട് സ്വീകരിക്കുകയുമാണ് BJPയുടെ പ്രവർത്തകർ ചെയ്തത്. The perpetrators of rapes and murders in places like Hathras and Unnao were protected by the BJP. ഹത്രാസിലും ഉന്നാവും പോലെയുള്ള സ്ഥലങ്ങളിൽ ബലാത്കാരം ചെയ്യുന്നവർ, കൊലപാതകികൾ, ഇവരെയൊക്കെ സംരക്ഷിക്കുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. And even our women Olympic wrestlers, when they complained that they had been molested and they protested on the streets of Delhi for days just asking for justice, their voices went unheard. Modi ji's house is just a few kilometers away. He invited them for tea when they won gold medals. He participated in their victory, but when they were in pain, when they asked for justice, he refused to even speak to them. നമ്മുടെ ഗുസ്തി മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വനിതാ പ്രവർത്തകർ, നമ്മുടെ വനിതാ കായിക താരങ്ങൾ, അവർ നേരിട്ട ലൈംഗിക അധിക്ഷേപത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ ഒപ്പം നിൽക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. അദ്ദേഹം താമസിച്ചത് അവർ ഡൽഹിയിലെ നിരത്തുകൾ പ്രതിഷേധിച്ചതിന്റെ തൊട്ടടുത്താണ്. അവർ ജയിച്ചപ്പോൾ, അവർക്ക് വിജയമുണ്ടായപ്പോൾ, അവർ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയപ്പോൾ പ്രധാനമന്ത്രി അവരുടെ വിജയത്തിൽ പങ്കെടുത്തു. പക്ഷേ അവർക്ക് ദുഃഖമുണ്ടായപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ അദ്ദേഹം